കുവൈറ്റിലുള്ള എത്ര ആൾക്കാർക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി? അതെ, ഷാർക്ക് ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. സൂക്ക് മാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഫിഷ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും കൂടിയിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് കാണുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ഇതിന് ചുറ്റുവശമാണെങ്കിലും കാണാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കണ്ടാൽ ഒരു ഫിഷ് മാർക്കറ്റ് ആണോ എന്ന് ആരെങ്കിലും ചോദിക്കും. അങ്ങനത്തെ സെറ്റപ്പും ആംബിയൻസിലൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കുവൈറ്റിലെ ഒരു പരമ്പരാഗതമായ ശൈലിയും അതുപോലെ തന്നെ എല്ലാ ആധുനിക സൗകര്യവും ചേർന്നിട്ടുള്ള ഒരു കെട്ടിടമാണ്. അതായത് ഇതിനകത്തോട്ട് കയറുമ്പോഴാണതോ ഇപ്പോൾ തണുപ്പ് സമയമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇന്ന് ജനുവരി 21 അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ AC-യും ഉണ്ടായിരിക്കും. ചൂട് സമയമൊക്കെ ആണെങ്കിൽ ഒരു എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളൊരു കെട്ടിടവും കൂടെയാണിത്. അതായത് നമുക്ക് AC-യിൽ നിന്നുകൊണ്ട് ഇഷ്ടപ്പെട്ട മീൻ നോക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അടിപൊളിയാണല്ലേ. അതല്ലാതെ പിന്നെ ഈ കെട്ടിടം എന്ന് പറയുന്നത് കടൽ തീരത്തിനോട് തൊട്ട് അടുത്ത് കിടക്കാണ്. ഇതിൻ്റെ ഒരു ചെറിയ തുറമുഖം കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് ദൗ ഹാർബർ എന്നാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിലേക്ക് ഫിഷ് കൊണ്ടുവന്നിട്ട് എത്തിക്കുന്നത്. അതേപോലെ ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ ഒരു ലേലം വിളി നടക്കാറുണ്ട്. ഹരാജ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അതായത് ഇവിടുത്തെ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരൊക്കെയാണ് വന്നിട്ട് വാങ്ങാറ് സാധാരണ. കാരണം കൂടുതലായിട്ട് അതായത് ഹോൾസെയിലായിട്ട് ഫിഷ് കൊണ്ടുപോകുന്ന ആൾക്കാർക്കായിരിക്കും അത് കൂടുതൽ ഉപകാരം ഉണ്ടാവുക. അതായത് അസർ നമസ്കാരത്തിന് ശേഷം, അതായത് ഒരു 3:30 to 4 മണി ആ ടൈമിനാണ് ഇത് നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. പക്ഷേ ഇവിടെ മെയിനായിട്ട് പോണ ഫിഷ് എന്ന് പറയുന്നത് സുബൈബി, അതുപോലെ ഗ്രില്ല് ചെയ്യാനും മജ്ബൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മീത് എന്ന് പറഞ്ഞൊരു ഫിഷുണ്ട്, അതുപോലെ ചെമ്മീനുണ്ട്. ഫിഷ് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ, ഇതിനകത്തൊരു വെജിറ്റബിൾ സ്റ്റോൾ കൂടെ ഉണ്ട്. ഫിഷ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കട്ടും കൂടെ ചെയ്തു തരും കേട്ടോ. അതും കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ അവിടുന്ന് അടുത്തുള്ള മറ്റേ ഹാർബറിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയിട്ടാണ്. എന്തായാലും ഇവിടെ അവർ വന്നില്ലേ. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഒരു 5 to 10 minutes അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഷൂക്ക് ഷോപ്പിംഗ് സെൻ്ററാണ് കേട്ടോ. അതായത് മീൻ മാർക്കറ്റും ഷോപ്പിംഗ് സെൻ്ററും എല്ലാം തൊട്ടടുത്തടുത്താണ്. 4 കടിക്ക് കടൽ കണ്ടു, 4 കേടിക്ക് മീൻ വാങ്ങിച്ചു, കടലും കണ്ടു. പിന്നെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് ഇവിടെ നല്ല ലാഭത്തിലാണ് കേട്ടോ മീൻ കിട്ടുന്നത്. അതുമല്ല മറ്റുള്ള ഷോപ്പിംഗ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ഫിഷ് മാർക്കറ്റിൽ കുറച്ചും കൂടെ ലാഭമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വിട്ടോ. കാരണം ഞങ്ങളുടെ കമ്പനി ബസ് വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അവിടെ എത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും വരാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. കുവൈറ്റിലുള്ളവർക്ക് പിന്നെ ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസിനായി വീണ്ടും കാണാം. തെറ്റാ.